സ്വിച്ചിട്ട കറണ്ട് വരും, ഇടിവെട്ടിയ മിന്നൽ വരും, മനസ്സിൽ വേണമെന്ന് വിചാരിച്ചാലേ വേല് വരുവടാ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹായ് ഗായ്സ്, അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ കട്ടിലും അലമാരയും വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് വ്ളോഗ് എടുക്കാന്ന്. അപ്പോൾ വ്ളോഗ് എടുക്കാൻ പോവാണ്. ഇവളാണ് അലമാര വാങ്ങുന്ന ആള്, കട്ടിലച്ഛൻ വാങ്ങും. ഈ ചെരുപ്പ്, ഈ ഷൂസ് വാങ്ങിയിട്ടൊരു 6 മാസത്തിൻ്റെ മേലെയായി, അല്ലെങ്കിൽ 6 മാസമായി. എന്നിട്ട് ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഇന്നാണ്. സോ ക്ലീൻ. ഈ പാട്ട് നല്ല രസമുള്ളതുകൊണ്ടാണ് നിങ്ങളും കൂടെ കേട്ടോട്ടെ എന്ന് വെച്ച് ഞാൻ കട്ട് ചെയ്യാതിടുന്നത്. അങ്ങനെ ഞങ്ങളുടെ കടയിലെത്തി. അവിടുന്ന് എനിക്കൊരു കൊറിയർ ഉണ്ട്. ഞാൻ അമ്മേനോട് അത് എടുത്തു തരാൻ പറഞ്ഞു. അതെന്റെ മൈക്കായിരുന്നു വ്ളോഗ് ചെയ്യാൻ. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് പോവാന്നാണ് വിചാരിച്ചത്. എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഈ മൈക്ക് അത്ര സുഖമില്ല. ഞാൻ റിട്ടേൺ അടിക്കണോ വേണ്ടിയോ ട്രൈ ചെയ്യാൻ. ആറ്റുനൂറ്റ് കാത്ത് വന്ന മൈക്ക് കൊള്ളില്ല. ഇനി ബെന്റെ ഈ ഫോണിലൊക്കെ വോയിസ് തന്നെ. അപ്പൊ ഇവിടെയാണ് മലബാർ ഫർണിച്ചേഴ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അമ്മയ്ക്ക് വായില് പല്ലിന്റെ എക്സ്റേ എടുത്തോണ്ട് വാ മുറിഞ്ഞോണ്ട് അധികം മിണ്ടാട്ടൊന്നുമില്ല. നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ കാണാൻ, നല്ല രസമുണ്ട്. എനിക്ക് എന്തെങ്കിലും കടയിലൊക്കെ പോയാൽ എന്തൊക്കെ കാണുന്നു അതൊക്കെ വേണം. അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങുന്നില്ല. ഒരു കിടക്കി ഒരു അലമാരയാണ് വാങ്ങാൻ വന്നതെങ്കിലും എൻ്റെ കണ്ണ് പോയത് വലിയ വലിയ സ്ഥലങ്ങളിലൂടെയായിരുന്നു. ഡൈനിങ് ടേബിള്, സോഫ സെറ്റ്, ഇതൊക്കെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് ഞാൻ മേടിക്കണം എന്നുണ്ട്. ഇവിടെ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. നീ വാങ്ങുന്നോ? നമ്മൾ ഫർണിച്ചർ നോക്കാൻ വന്ന കൃഷ്ണേരിയാണ്. താങ്ക് യു കാച്ചേച്ചി, എനിക്ക് വാങ്ങി തരുന്നതിന്. എനിക്കെന്താ എന്തായിരുന്നു ലക്കി ഭാസ്കറൊക്കെ ഓർമ്മ വരുന്നേ. ഒരു ചാക്കിൽ പൈസയൊക്കെ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ചാക്കിൽ പൈസ ഇടാൻ ചാക്ക് പോലും എൻ്റെ ഇതില്ല. ഈ ചെറു കണ്ടപ്പോൾ എനിക്കിങ്ങനെ കാല് പൊക്കാൻ പറ്റുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഗ്ലോറിയ സോസാണ്. അതിനകത്താണ് ഞാൻ ഇങ്ങനത്തെ കസേര കണ്ടിട്ടുള്ളത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ 26,000 രൂപയുണ്ട്, ഞാൻ വാങ്ങിയില്ല. എൻ്റെ വ്ളോഗിൽ ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് കണ്ണാടി വലിപ്പമാണ് വേണ്ടത് ഗായ്സ്. അന്ന് ഇതുപോലത്തെ കണ്ണാടി വാങ്ങാൻ ഞാൻ കാലും കയ്യും പിടിച്ച് ചോദിച്ചതാണ് അച്ഛനോട് വാങ്ങിത്തത്. അന്ന് വാങ്ങിത്തന്നില്ല, ഇന്ന് തപ്പുന്നു. നമ്മളങ്ങനെ നോക്കി കഴിഞ്ഞ് ഇറങ്ങിയേക്കാണ്. ഇനി വേറെ എവിടെയും പോകുന്നുണ്ടോ? നമ്മൾ ബെറ്റർ ഓപ്ഷൻസ് നോക്കണം. വേറെ സ്ഥലത്ത് പോകണം. കൽപ്പറ്റ പോയാലോ? പൂണ വഴി എനിക്കറിയുന്നവരൊക്കെ കണ്ടാൽ ഞാൻ വ്ളോഗിൽ കുത്തിക്കയറ്റും. അങ്ങനെ കുത്തിക്കയറ്റിയ ഇവിടെ ആളാണിത്. ഇവിടെ വളയ്ക്കാൻ പറ്റുമെന്നറിയില്ല. അമ്മ കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി വളയ്ക്കാൻ. അങ്ങനെ നമ്മൾ കൃഷ്ണഗിരിയിൽ നിന്നും മീനങ്ങാടിയിലുള്ള ഒരു ഫർണിച്ചർ കടയിലേക്ക് വന്നേക്കാണ്. ഇവിടെ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു നെഗറ്റീവ്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിയെടുത്തു. പിന്നെ അലമാരയൊക്കെ ഡിസ്പ്ലേ ചെയ്തു. അങ്ങനെ അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ നോക്കി അലമാരയും കട്ടലും അവിടെ നിന്ന് തന്നെ ഫിക്സ് ചെയ്തു. അപ്പോൾ പിന്നെ എടുക്കാനായിട്ട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് ഫിക്സ് ചെയ്ത്. കമ്പാരിറ്റീവ്ലി അവിടെ ആയിരുന്നു റേറ്റ് കുറവ്. അച്ഛന് ഇഷ്ടപ്പെട്ടത് ഇത്, എനിക്കിഷ്ടപ്പെട്ടത് ഇത്, അവർക്ക് ഇഷ്ടപ്പെട്ടത് അത്. ഏതെടുക്കും? ഇത് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു റോയൽ ലുക്ക് ഉണ്ട്. ബട്ട് ഇനി സെറ്റ് വാങ്ങുമല്ലോ. ഓൾറെഡി ഒരു സെറ്റ് വാങ്ങിപ്പോയി. ഇതും കൊള്ളാം. പക്ഷെ ഞങ്ങൾ ടൈൽസിന്റെ മാച്ചിങ് ഇതാണ്. ഞാൻ ഇൻട്രോവേർട്ടാണ്. ആ 3500 ചോദിക്കും. ആ നേരത്തെ പോലത്തെ കണ്ണാടിന്റെ 3500 ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എവിടുന്ന് വാങ്ങുമെന്ന് കണ്ടറിയാൻ കഴിച്ചു. നമ്മൾ അവിടെ പോയി കട്ടി കുറച്ചും കൂടെ റേറ്റ് കുറവ് ഇവിടെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആയിരിക്കുന്നു. ട്രെൻഡ്സ് കയറിയാണോ?
ഡ്രസ് എടുത്തിട്ട് ബാക്കോട്ട് ഓടുന്ന വണ്ടി അപ്പോൾ വാങ്ങണ്ടാനാ. ഞങ്ങൾ പച്ചക്കറി കടയിലേക്ക് പോവുകയാണ് ഗായ്സ്. ആൾക്കാർ കാണുമ്പോൾ നല്ല ഡയലോഗൊക്കെ അടിക്കാൻ എനിക്ക് നാണാകും. പിന്നെ ഞങ്ങൾ പറയും എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ മടിയായതുകൊണ്ട് മാത്രം ചെയ്യുവാണ്. ഞങ്ങൾ വീട്ടിലോട്ടല്ല കടയിലോട്ട് പച്ചക്കറി എടുക്കാനായിരുന്നു വന്നത്. ഒരു തക്കാളി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു തക്കാളി ഇല്ല, 5 കിലോ തക്കാളി എടുക്കാൻ വേണ്ടിയാണ്. എടുത്തു വന്നപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു. ഇതാണ് ഗേൾസ് കടയിൽ കൊല പഴിപ്പിക്കുന്നത്. കണ്ടപ്പോൾ രസം എടുത്തു വെച്ചാണ്. ഇത്ര സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. എന്തല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴി ഏട്ടൻ്റെ വീട്ടിൽ കയറി കൊച്ചിനെ ഒന്ന് കണ്ടു. ഏട്ടൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഉഗാണ്ടയിലൊന്നല്ല, അടുത്ത് തന്നെയാണ്. വരുന്ന വഴി തന്നെയാണ് ഏട്ടൻ്റെ വീട്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. കുഞ്ഞിക്കാൽ വളരെ വളരെയാണ്. നെക്സ്റ്റ് കുഞ്ഞിക്കാൽ. അവിടുത്തെ ആളുടെ ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോൾ ഇവിടെ വയറ്റിലിരിക്കുന്ന ഒരാൾ ചവിട്ടും തൊഴിയും തുടങ്ങിയായിരുന്നു. പുതിയ ഷൂ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, എൻ്റെ നഖം നീണ്ടിരിക്കുന്നതുകൊണ്ടാണോന്നും അറിയില്ല, ഷൂ ഇട്ടിട്ട് ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് ഷൂ അവൾക്ക് ഇടാൻ കൊടുത്തു. അവളുടെ ചെരുപ്പ് ഞാനും ഇട്ടു. വരുന്ന വഴി മാമിനെ കണ്ടു. വോട്ട് കിട്ടുമോ എന്ന് ചോദിക്കണം. കിട്ടും ഇല്ലേ? കിട്ടും. കുഞ്ഞാവൻ്റെ ചേച്ചിയും മാമിയും ഒരുമിച്ചായിരുന്നു വന്നത്. കുഞ്ഞാവൻ എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് തന്നെ തേനു കുഞ്ഞാവൻ്റെ അടുത്തേക്ക് ഓടി. നല്ലോണം ചേച്ചി. അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. കട്ടിലും അലമാരയും ഒക്കെ പുറകെ ഇനി വരും. അപ്പോൾ ഞാനത് ഷോർട്സ് ഇട്ടായിരിക്കാം. അപ്പോൾ ബൈ ബൈ.